الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وأصحابه أجمعين أما بعد فإن قيل السبب المؤثر في العلوم كلها هو الله تعالى لأنها بخلقه وإيجاده من غير تأثير للحاسة والخبر والعقل والسبب الظاهري كالنار للإحراق هو العقل لا غير وإنما الحواس والأخبار آلات وطرق في الإدراك والسبب المفضي إليه في الجملة بأن يخلق الله تعالى فينا العلم معه بطريق جري العادة ليشمل المدرك كالعقل والآلة كالحس والطريق كالخبر لا ينحصر في الثلاثة بل ها هنا أشياء أخر مثل الوجدان والحدث والتجربة ونظر العقل بمعنى ترتيب المبادئ والمقدمات قلنا هذا على عادة المشايخ في الاقتصار على المقاصد والإعراض عن تدقيقات الفلاسفة فإنهم لما وجدوا بعض الإدراكات حاصلة عقب استعمال الحواس الظاهرة التي لا شك فيها سواء كانت من ذوي العقول أو غيرهم جعلوا الحواس أحد الأسباب ولما كان معظم المعلومات الدينية مستفادا من الخبر الصادق جعلوه سببا آخر ولما لم يثبت عندهم الحواس الباطنة المسماة بالحس المشترك والوهم وغير ذلك ولم يتعلق لهم غرض بتفاصيل الحدثيات والتجريبيات والبديهيات والنظريات وكان مرجع الكل إلى العقل جعلوه سببا ثالثا يفضي إلى العلم بمجرد التفات أو بانضمام حدث أو تجربة أو ترتيب مقدمات فجعلوا السبب في العلم بأن لنا جوعا وعطشا وأن الكل أعظم من الجزء وأن نور القمر مستفاد من الشمس من نور الشمس وأن السقموني مسهل وأن العالم حادث هو العقل وإن كان في البعض باستعانة من الحس فإن قيل ഇനി ചോദിക്കപ്പെട്ടാൽ അസബബുൽ മുഅസ്സിറു തഅ്സീർ ചെയ്യുന്ന സബബ് ഫലം സൃഷ്ടിക്കുന്നത് ഫിൽ ഉലൂമി കുല്ലിഹ സർവവിധ അറിവുകളിലും ഹുവല്ലാഹു തആല അല്ലാഹു തആലയാണല്ലോ ലിഅന്നഹ കാരണം ആ ഉലൂമ് ബിഖൽഖിഹി അവൻ്റെ സൃഷ്ടിക്കൽ കൊണ്ടും വ ഈജാദിഹി ഉണ്ടാക്കൽ കൊണ്ടുമാണ് മിൻ ഗൈരി തഅ്സീരിൻ യാതൊരുവിധ ഫലം ചെയ്യലും കൂടാതെ ലിൽ ഹാസത്തി ഹാസത്തിനോ വൽ ഖബരി ഖബർ സാദിക്കിനോ വൽ അഖിലി അഖിലിനിക്കോ അപ്പോൾ ഇവകൾക്കൊന്നും തന്നെ തഅ്സീറില്ല ഇവകളെല്ലാം തന്നെ ഒരു സബബ് മാത്രമാണ് യഥാർത്ഥത്തിൽ മുഅസ്സിറായ സബബ് അത് അള്ളാഹു മാത്രമാണല്ലോ വസബബു ലാഹിരിയു പ്രത്യക്ഷമായ കാരണം കന്നാരിലിൽ ഇഹ്റാഖി കരിക്കാൻ നാറ് ലാഹിറായ സബബായതുപോലെ അപ്പോൾ ലാഹിരിയായ സബബ് ഹുവൽ അഖ്ലു അഖ്ലാണ് ലാ ഗൈറു മറ്റൊന്നല്ല വ ഇന്നമൽ ഹവാസു ഹാസത്തുകൾ വൽ അഖ്ബാറു ഖബറുകളും ആലാത്തുൻ ആലത്തുകളാണ് വതുറുക്കുൻ തരീഖുകളുമാണ് ഫിൽ ഇദ്റാക്കി അറിവ് ലഭിക്കാനുള്ള വസബബുൽ മുഫ്ദി ഇലൈഹി അതിലേക്ക് എത്തിക്കുന്ന കാരണം ഫിൽ ജുംല മൊത്തത്തിൽ ബി അൻ യഖ്ലുഖ അല്ലാഹു തആല സൃഷ്ടിക്കൽ കൊണ്ടാണ് ഫീന ഞങ്ങൾ അതിലേക്ക് എത്തിക്കുന്നത് ഫിൽ ജുംല മൊത്തത്തിൽ ബി അൻ യഖ്ലുഖ അല്ലാഹു തആല പടക്കൽ കൊണ്ടാണ് ഫീന ഞങ്ങളിൽ അൽ ഇൽമ അറിവിനെ മഅഹു ആ സബബോടുകൂടെ ബി ത്വരീഖ് ജറീലാദത്തി സാധാരണ പതിവനുസരിച്ച് എന്ന് അതെന്തിനാണ് അതിൽ യഷ്മലൽ മുദിരിക്കിനെയും കൂടി ഉൾക്കൊള്ളിക്കാനാണ് കൽ അഖ്ലി അഖ്ല് പോലോത്ത വൽ ആലത്തിനെയും കൂടി ഉപയോഗിക്കാനാണ് കൽ ഹിസ് പോലോത്ത ത്വരീഖിനെ ഉൾക്കൊള്ളിക്കാനാണ് കൽ ഖബരി ഖബർ പോലോത്ത കാരണം എന്തുകൊണ്ടാണ് ഹിസ് പോലോത്തത് ഇപ്പോൾ ഞങ്ങളെ ഹിസ് അവാസുൽ ഖംസ് അത് ആലത്താണ് കേൾക്കാനും കാണാനൊക്കെയുള്ള ആലത്താണ് ഖബർ അത് അറിവിനുള്ള കാരണമാണ് ഖബറു സാദിഖ് അഖ്ല് അറിവിനെ കണ്ടെത്താനുള്ള ഒരു സബബാണ് ലാ യൻഹസുറു ഫി സലാസാൻ
അപ്പോൾ ഈ സബബുൽ മുഫ്ദി എന്ന് പറഞ്ഞ മുബത്തദയുടെ ഖബറാണ് ലാ യൻഹസുറു ഫി സലാസ, അത് മൂന്നിൽ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഇന്നലെ ചോദിച്ചല്ലോ ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ, വേറെയും കാരണങ്ങൾ പലതും ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഇത്. അത് മൂന്നിൽ പരിമിതമല്ല എന്നാണ് പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ബൽ ഹാഹുന അഷിയാഉൻ ഉഖറു, വേറെ കാരണങ്ങളും ഉണ്ടല്ലോ, ഇവിടെ വസ്തുക്കൾ ഉണ്ടല്ലോ. മിസുലു അൽ വിജിദാനി, വിജിദാനുണ്ട്. വിജിദാൻ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിൽ പരിമിതമല്ല എന്നും. ബൽ ഹാഹുന അഷിയാഉ ഉഖറു മിസുലുൽ വിജിദാനി, വിജിദാനി എന്ന് പറഞ്ഞാൽ വികാരം എന്ന് പറയാം. വൽ ഹദസി അവബോധവും, തജ്രിബത്തി അനുഭവവും, നദിരിൽ അഖിലി ബുദ്ധിയുടെ വീക്ഷണവും. ബിമാന, എന്താണ് ഈ നദുറിൽ അഖിലി എന്ന് പറഞ്ഞാൽ? തർത്തീബിൽ മബാദി വൽ മുഖദ്ദിമാത്തി, തർത്തീബ് മബാദി മുഖദ്ദിമകളെ, ഖദിയകളെയെല്ലാം തർത്തീബാക്കുക, ക്രമീകരിക്കുക എന്ന അർത്ഥത്തിലുള്ള അഖിലിൻ്റെ നദർ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ മൂന്നിൽ പരിമിതമല്ല. അപ്പോൾ ഇവിടെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഇതുവരെ ചെയ്ത ഹസുറ് ശരിയല്ല എന്ന്. ഹസുറ് ശരിയല്ല, ഹസറല്ല. പിന്നെ ഈ മൂന്നെണ്ണം അല്ലാത്ത, നിങ്ങൾ ഈ ഏത് വീക്ഷണം എടുത്തു കഴിഞ്ഞാലും ഈ മൂന്നെണ്ണം അല്ലാത്ത പലതും ഉണ്ട് എന്നാ പറയുന്നത്. നമ്മൾ പറയുന്നു ഹാദ, ഈ പറഞ്ഞ ഇൽമിന്റെ അസ്ബാബുകൾ മൂന്നെണ്ണമാണെന്ന് പറഞ്ഞത് അല ആദത്തിൽ മശായിഖി, മശായിഖിന്റെ പതിവ് അനുസരിച്ചാണ്. എന്താണ് അവരുടെ മശായിഖിന്റെ പതിവ്? ഫിൽ ഇഖ്തിസാരി അലൽ മഖാസിദി, പിന്നെ മഖ്സൂദുകളുടെ മേൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ മഖ്സൂദുകളുടെ മേൽ ചുരുക്കുക, അതാണ് അവരുടെ പതിവ്. വൽ ഇറാലി, തിരിഞ്ഞു കളയലുമാണ്. അൻ തദ്ഖീഖാത്തിൽ ഫലാസിഫ, തത്വ ചിന്തകരുടെ സൂക്ഷ്മമായ പരിശോധനയെ തൊട്ട് തിരിഞ്ഞു കളയലുമാണ്. അപ്പൊ ഈ സൂക്ഷ്മമായി അവലോകനം ചെയ്തുകൊണ്ട് അതിൻ്റെ നാനാവശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയലല്ല മശായിഖിന്റെ പതിവ്. മശായിഖിന്റെ പതിവ് എന്താണ്? മഖ്സൂദുകൾ എന്താണോ അതിൻ്റെ മേലിൽ ചുരുക്കുക, ബിദാത്ത് മഖ്സൂദിന്റെ മേലിൽ ചുരുക്കലാണ്. അപ്പൊ അതിനോട് അനുബന്ധമായി വരുന്ന ശാഖാപരമായ കാര്യങ്ങളൊന്നും തന്നെ കിസ്മുകളെ കുറിച്ച് തഖ്സീമാക്കുന്ന സമയത്ത് അവർ പറയാറില്ല. ഫഇന്നഹും, കാരണം അവര് ലമ്മാ വജദു ബഅദൽ ഇദ്റാകാത്തി, ചില അറിവുകളെ ഹാസിലത്തൻ, അപ്പൊ ലാഹിറായ ഹവാസുകളെ ഉപയോഗിക്കുന്നതിന് ഉടനെ ചില അറിവുകൾ ലഭ്യമായപ്പോൾ, അല്ലത്തി എങ്ങനത്തെ ലാഹിറായ ഹവാസാണ്? ലാ ശക്കഫിയ, അത് സംശയമില്ല, അത് നിസ്സംശയം, അത് ഗണിതമായ വിഷയമാണ്. സവാഉൻ കാനത്ത് മിൻ ദവിൽ ഉഖൂലി ഔ ഗൈരിഹിം, അത് ബുദ്ധിയുള്ളവരിൽ നിന്നാവട്ടെ അല്ലാത്ത കുതിര പോലത്തതായ കഴുത, കുതിര, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും, അവകൾക്കെല്ലാം ഹവാസുൽ ഖംസ് ഉണ്ടല്ലോ, രുചിയും, തൊട്ടറിവ്, കണ്ടറിവ്, കേട്ടറിവ്, അതെല്ലാം അവർക്കുണ്ടല്ലോ. അങ്ങനെ ആക്കിയപ്പോൾ ജഅലു മശായിഖ് ആക്കി അൽ ഹവാസ, ഹവാസിനെ അഹദൽ അസ്ബാബി, കാരണങ്ങളിൽ നിന്ന് ഒന്നിനെ ആക്കി. വലമ്മാക്കാന മുഅ്ദമുൽ മഅലൂമാത്തി ദീനിയ, മതപരമായ അറിവുകളിൽ നിന്ന് ഭൂരിഭാഗവും മുസ്തഫാദൻ, അത് നേടിയെടുക്കപ്പെടുന്നത് മിനൽ ഖബരി സ്വാദിഖി, ഖബർ സ്വാദിഖിൽ നിന്ന് ആയപ്പോൾ, ഹദീസുകളിൽ നിന്നാണല്ലോ. പിന്നെ ഹദീസ് ഖുർആനിൽ നിന്നല്ലേ ഞങ്ങൾ അധികവും ദീനിയായ അഹ്കാമുകൾ കണ്ടെത്തുന്നത്. അങ്ങനെ ആക്കിയപ്പോൾ ജഅലുഹു, അവർ ആ ഖബർ സ്വാദിഖിനെ ആക്കി സബബനാഖറ, മറ്റൊരു കാരണമാക്കി. വലമ്മാലം യസ്ബുത്ത് ഇൻദഹുൽ ഹവാസുൽ ബാത്തിന, ബാത്തിനായ ആന്തരികമായ ഇന്ദ്രിയങ്ങൾ അവരുടെ അടുക്കൽ സ്ഥിരപ്പെടാത്തതായപ്പോൾ, ആരുടെ അടുക്കൽ? പിന്നെ മശായിഖിൻ്റെ അടുക്കൽ. എങ്ങനത്തെ ഹവാസ് ബാത്തിനത്താണ്? അൽ മുസമ്മാത്തു, അതിന് പേര് പറയപ്പെടുന്ന ബിൽ ഹിസ്സിൽ മുഷ്തറക്കി, ഹിസ് മുഷ്തറക്ക് എന്നാണ്. ഹിസ് മുഷ്തറക്ക് വൽ വഹ്മി, വഹ്മി എന്നുമാണ്. ഗൈരിദാലിക്ക, അങ്ങനെ അല്ലാത്തതും പറയും. അപ്പോൾ ഒരു ഹിസ് മുഷ്തറക്ക് എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി എന്നോ അങ്ങനെയൊക്കെ പേര് പറയാമെങ്കിൽ വൽ വഹ്മി, ധാരണ എന്നൊക്കെ പറയാം. അത് പിന്നെ ഫലാസിഫത്ത് ഇസ്ബാത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ മശായിഖ്, സുന്നത്തെ ജമാഅത്തിന്റെ ആളുകളുടെ അടുക്കൽ അങ്ങനെ ഒരു ബാത്തിനിയായ ഹവാസ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല എന്നാണ്. വലം യതഅല്ലഖുഹും, ആ മശായിഖിന് ബന്ധിച്ചിട്ടുമില്ല ഖറദുൻ, പിന്നെ ആവശ്യം, ബി തഫാസിലിൽ ഹദസിയാത്തി വ തജ്രിബിയാത്തി വൽ ബദീഹിയാത്തി വൻ നദരിയാത്തി, ഈ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദസിയാത്ത് അവബോധങ്ങൾ, അതുപോലെ അനുഭവജ്ഞാനങ്ങൾ, ബദീഹിയാത്ത്, നദരിയാത്ത് പോലത്തതിൻ്റെ തഫ്സീലുമായിട്ട് അവർക്ക് ആവശ്യമില്ലാതെയാവുകയും ചെയ്തപ്പോൾ, വക്കാന മർജിഉൽ കുല്ലി, എല്ലാറ്റിൻ്റെയും അടക്കം ഇലൽ അഖിലി, അഖിലിലേക്കുമായപ്പോൾ, ജഅലുഹു സബവൻ സാലിസൻ, ആ അഖിലിനെ മൂന്നാം കാരണമാക്കി.
യുഫ്ദി ഇലൽ ഇൽമി അറിവിലേക്ക് എത്തിച്ചു തരുന്ന ബി മുജറദ് ഇൽത്തിഫാത്തിൻ കേവലം ഒരു തിരിയലിലൂടെ മാത്രം അങ്ങോട്ടേക്ക് മനസ്സങ്ങോട്ട് പായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിവ് കിട്ടുകയോ ബിന്ദിമാമി ഹദസിൻ ഔ തജ്രിബത്തിൻ ഔ തർത്തീബി മുഖദ്ദിമാത്തിൻ ഈ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൂടിച്ചേരലിലൂടെയോ അറിവ് ഇൽമു കിട്ടുന്നു. ഫജഅലു സബബ ഫിൽ ഇൽമി അപ്പോൾ ഈ അറിവ് ലഭിക്കാനുള്ള കാരണം അവർ ആക്കി എന്ത് അറിവ്? ബി അന്നലന ജൂഅൻ വഅതിഷ ഞങ്ങൾക്ക് ദാഹവും വിശപ്പും ഉണ്ട് എന്ന അറിവ്. അപ്പോൾ അതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ ഹൈറായി. അപ്പോൾ അന്നൽ കുല്ല് ആലം മിനൽ ജുസ്ഇ കുല്ല് ജുസ്ഇനേക്കാൾ ആലമാണ്. അപ്പോൾ ഒന്നിൻ്റെ കുല്ല് അതിൻ്റെ ജുസ്ഇനേക്കാൾ ഇപ്പോൾ ഉദാഹരണം മേശ എന്നുള്ളത് കുല്ലാണ്, അതിൻ്റെ ജുസ് ആണ് അതിൻ്റെ കാല്, അതുപോലെ മറ്റുള്ള വിഷയങ്ങൾ. അപ്പോൾ ആ കാലിനേക്കാളും വലുതാണ് മേശ എന്ന് പറയുന്ന കുല്ല് എന്ന്. അതൊക്കെ വളരെ എളുപ്പമുള്ള സിമ്പിളായ വിഷയമാണ്. അന്ന നൂറൽ കമരി ചന്ദ്രൻ്റെ പ്രകാശം മുസ്തഫാദുമിൻ നൂരി ഷംസി പ്രകാശത്തിൽ നിന്ന് നേടിയെടുക്കപ്പെടുന്നതാണെന്നും അന്ന സുഖുമൂനിയ അത് വയറിളക്കം ഉണ്ടാക്കുന്നതായ ഒരു ഔഷധ ചെടിയാണ് സുഖുമൂനിയ. ഈ സഖുമൂനിയ കാഫിനിക്ക് ഫത്തു കൊണ്ട് ചില സ്ഥലത്ത് കാണുന്നുണ്ട് സഖമൂനിയ എന്ന്. അത് മുസ്ലിം വയറിളക്കം ഉണ്ടാക്കുന്നതാണ്. അന്നൽ ആലമ ഹാദിസുൻ ലോകം പുതിയതാണ് എന്ന് ഒക്കെയുള്ള അറിവ് ലഭിക്കാനുള്ള കാരണം ഹുവൽ അഖിലിനെ ആക്കി വൈങ്കാന ഫിൽ ബാദി ചിലതിൽ ബിസ്തിആനത്തിൻ മിനൽ ഹിസ്സിൻ്റെ സഹായമുണ്ടെങ്കിലും ശരി. അപ്പോൾ ഈ ഹിസ്സിൻ്റെ ഇപ്പോൾ കൈ കൊണ്ട് തൊട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചെവിടുകൊണ്ട് കേട്ടിട്ട് അതിൻ്റെ എല്ലാം സഹായകമായിട്ടാണ് അഖില് പിന്നെ കണ്ടെത്തുന്നതെങ്കിൽ ശരി. അപ്പോൾ അഖില് ചിലപ്പോൾ മുജറദൻ അഖില് കൊണ്ട് തന്നെ കണ്ടെത്തും, ചിലപ്പോൾ ഹവാസ് ബാത്തിനിൻ്റെയോ ഹവാസ് ലാഹിറിൻ്റെയോ പിന്നെ സഹായത്തോടു കൂടെ എത്തിക്കും. അതുകൊണ്ടാണല്ലോ ഫലാസിഫത്ത് ആ ഹവാസ് ബാത്തിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ മഷായിഖ് ഏത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? അവരത് അറിവിൻ്റെ കാരണമാക്കുന്നില്ല എന്നുള്ളൂ, തോന്നിച്ചകളുടെയും അത്തരം കാര്യങ്ങളുടെയൊക്കെ അല്ല എന്ന് അവർ പറയുന്നൊന്നുമില്ല. അതുമല്ല ഹവാസ് ബാത്തിനിയായ ഹവാസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് എന്നും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് വിശപ്പ് പോലത്തതെല്ലാം അറിയുന്നത്? അത് വേറെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം, അത് ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ടായിരിക്കാം. ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതിന് അറിവൊന്നുമല്ല, അത് അറിവൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിലെ കൂടി ഒരു സാധനം പെട്ടെന്ന് അങ്ങോട്ട് പാറിപ്പോവാണ്, ഞങ്ങൾ അറിയില്ല, ചിന്തിക്കാനുള്ള നെതിറിൻ്റെ സാഹചര്യം പോലും ഇല്ല, എങ്കിലും നമ്മൾ എന്താക്കാണ് പെട്ടെന്ന് നമ്മളെ കണ്ണങ്ങോട്ട് ഭരിക്കുകയാണ്. ഞങ്ങളെ ശരീരം ഇപ്പം ഒരു പ്രതിഫലനം, ഒരു നമ്മൾ അറിയാത്തൊരു വിഷയമാണ് നടക്കുന്നുണ്ട്, അത് അറിവിലൂടെയല്ല. അപ്പം എങ്ങനെയാണ് അള്ളാഹു തആല ശരീരത്തെ സംവിധാനിച്ചിരിക്കുന്നത്? ആ രീതിയിലാണ്. അപ്പം അതിന് നമ്മളുടെ ബുദ്ധിയോ മറ്റുള്ള തൻ്റെ ഇടമോ ഒന്നും ഉപയോഗിക്കാതെ കണ്ട് തന്നെ ചില അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അവിടെ മനസ്സിലാകുന്നത്. അങ്ങനെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും സംരക്ഷണത്തിന് ആവശ്യമായ ഒരു അറിവ്, ആ അറിവ് ഞങ്ങളുടെ സാധാരണഗതിയിൽ ബുദ്ധിക്ക് ലഭിക്കുന്ന അറിവല്ലാത്ത ഒരറിവ് ശരീരത്തിന് ലഭിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കണ്ണിപ്പോൾ അപ്പോൾ ചിമ്മിപ്പോവുക, നമ്മൾ എന്താക്കാണ് അവിടുന്ന് തുള്ളിപ്പോവുക, ഓടിപ്പോവുക, അതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സാങ്കേതികമായ അറിവിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ആ സാങ്കേതികമായ അറിവ് മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും കിട്ടുന്നത് കൊണ്ടുള്ള അറിവിനെ കുറിച്ചിട്ട് സാങ്കേതികമായ അറിവെന്ന് പറയൂല. വിഷയത്തിലേക്ക് കടക്കാം. ഫൽ ഹവാസു അപ്പോൾ ഹാസകളാകുന്നത് ജമ്മു ഹാസത്തിൻ്റെ ബഹുവചന ബി മഅന അൽ ഖുവ്വത്തിൽ ഹസ്സാസ അറിയാനുള്ള കഴിവ്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ പവർ, ഹസ്സാസ എന്ന് പറഞ്ഞാൽ ഒരു സെൻസിറ്റീവ് എന്ന് പറയാം, നമുക്ക് സെൻസിറ്റീവ് പവർ എന്ന് പറയാം. ആ ഖുവ്വത്ത് ഹസ്സാസ 5 വിധേനയുള്ള അറിവിനും എന്ത് പറയും? ഹാസ എന്ന് പറയും. ഹംസുൻ 5 എണ്ണമാണ്. ബി മഅന അന്നൽ അഖില അതിൻ്റെ ഇവ 5 എണ്ണവും അറിവിൻ്റെ കാരണമാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? അന്നൽ അഖില ബുദ്ധി ഹാക്കിമുൻ വിധിക്കുന്നുണ്ട്, ബിൽ ലറൂറ നിസ്സംശയം, ബി വുജൂദിഹ ഈ 5 ഇന്ദ്രിയങ്ങളും ഉണ്ടെന്ന്. അമ്മൽ ഹവാസുൽ ബാത്തിനായ ഹവാസുകളോ അല്ലത്തി യുസ്ബിത്തുഹൽ ഫലാസിഫത്താണ് അതിനെ ഇസ്ബാത്ത് ചെയ്യുന്നത്. അത് ഫലാ തത്തിമു ദലായിലുഹ അവരുടെ ദലീലൊന്നും താമല്ല അല്ലൽ ഉസൂലിൽ ഇസ്ലാമികമായ അടിസ്ഥാനങ്ങളുടെ മേൽ തട്ടിച്ചു നോക്കിയിട്ട് ആ ഫലാസിഫത്ത് ഇസ്ബാത്ത് ചെയ്യുന്ന ബാത്തിനിയായ ഹവാസുകൾ അത് താമല്ല. എന്തോട്ടെ ഈ 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ആദ്യമായി സമഇനെയാണ് എണ്ണുന്നത്. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്.
സംഅ വഹിയ സംഅ എന്നാൽ ഖുവ്വത്തുൻ മൂദഅത്തുൻ ഫിൽ അസബി, ഖുവ്വത്തുൻ ഒരു പവറാണ്, മൂദഅ നിക്ഷേപിക്കപ്പെട്ട, ഫിൽ അസബി ഞരമ്പിൽ, നാടി ഞരമ്പിൽ, അൽ മഫ്രൂഷി ഫിൽ അസബി നാടി ഞരമ്പിൽ, അൽ മഫ്രൂഷി വിരിക്കപ്പെട്ട, ഫർണിഷ് ചെയ്യപ്പെട്ട, ഫി മുഖഅരി സിമാഹി ചെവിക്കുണ്ടിൻ്റെ ആഴിയിൽ. അപ്പോൾ ഈ സിമാഹിൻ്റെ മുഖഅർ എന്ന് പറഞ്ഞാൽ ഖാറ് ആഴി എന്നാണ് അർത്ഥം. അതിൽ വിരിക്കപ്പെട്ടതായ നാടി ഞരമ്പിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കഴിവാണ്. തുദ്റക്കു ബിഹ അതിനെ കൊണ്ട്, ആ ഖുവ്വത്ത് കൊണ്ട് അറിയപ്പെടും, മനസ്സിലാക്കപ്പെടും അല്ല അസ്വാത്തു പിന്നെ ശബ്ദങ്ങൾ, ബി ത്വരീഖ് ഉസൂലിൽ ഹവായി വായു എത്തിച്ചേരുന്ന മാർഗത്തിലൂടെ. എങ്ങനത്തെ വായുവാണ്? അൽ മുത്തക്കയ്യിഫി കൈഫ് മുത്തക്കയ്യിഫായ കൈഫ് നൽകപ്പെട്ട, രൂപം നൽകപ്പെട്ട, ബി കൈഫിയത്തി സൗതി ശബ്ദത്തിൻ്റെ രൂപം കൊണ്ട്, ഇല സിമാഹി എവിടത്തേക്ക് എത്തിച്ചേരുക? സിമാഹിലേക്ക് എത്തിച്ചേരുന്നത് കാരണമായിട്ട്. സിമാഹ് എന്ന് പറഞ്ഞാൽ ചെവിക്കുണ്ട്. ബി മാന അന്നല്ലാഹ തആല യഖ്ലുഖു അല്ലാഹു പടക്കുമൽ ഇദ്റാക അറിവിനെ, ഫി നഫ്സി നഫ്സിൽ ഇൻദ ദാലിക അങ്ങനെ ഈ പിന്നെ സൗത്തിൻ്റെ കൈഫിയത്ത് കൊണ്ട് കൈഫുടയ ഹവായി എത്തിച്ചേരുന്ന ആ സമയത്ത് അല്ലാഹു തആല ഒരു അറിവിനെ ഞങ്ങളുടെ മനസ്സിൽ പടക്കുന്നതാണ് എന്ന്. വൽ ബസറു ബസർ വഹുവൽ ഖുവ്വത്തു ഒരു ഖുവ്വത്ത, അൽ മൂദഅ നിക്ഷേപിക്കപ്പെട്ട, ഫിൽ അസബത്തൈനി രണ്ട് നാടി ഞരമ്പുകളിൽ, അൽ മുജവ്വഫത്തൈനി പൊള്ളയായ, അല്ലത്തൈനി തത്തലാഖയാനി അത് രണ്ടും സന്ധിക്കുന്നു, ഫി ദിമാഗി തലച്ചോറിൽ. അപ്പം തലച്ചോറിലാണ് ഈ രണ്ട് ഞരമ്പുകളുടെയും മജ്മഅ ഒരുമിച്ച് കൂടുന്നത് അവിടെയാണ്. അപ്പം അത്തരത്തിൽ മൂദഅ ഒരു ഖുവ്വത്താണ് ബസർ എന്ന് പറഞ്ഞാൽ. സുമ്മ തഫ്തരിഖാനി പിന്നീട് അത് രണ്ടും വിട്ടുപിരിയുകയും, ഫതതഅദ്ദയാനി ഇലൽ ഐനൈനി രണ്ട് കണ്ണിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. യുദ്രിക്കു ബിഹ ആ ഖുവ്വത്ത് കൊണ്ട് എത്തിക്കുന്നുണ്ട് അൽ അദ്വാ പ്രകാശങ്ങളെയും, വൽ അൽവാന നിറങ്ങൾ, വൽ അഷ്കാല രൂപങ്ങൾ, വൽ മഖാദീറ കണക്കുകൾ, വൽ അറക്കാത്തി വൽ ചലനങ്ങൾ, വൽ ഹുസ്ന വൽ ഖുബ്ഹ ഭംഗിയും അഭംഗിയും, വ ഗൈറ ദാലിക മറ്റുള്ള കാര്യങ്ങളെയും, മിമ്മ ഒന്നിനാൽ യഖ്ലുഖുല്ലാഹു തആല അല്ലാഹു പടക്കും, ഇദ്റാകഹ അവകളെ സംബന്ധിച്ചുള്ള അറിവിനെ, ഫിൻ നഫ്സി മനസ്സിൽ, ഇൻദ ഇസ്തിഅമാലിൽ അബ്ദി ഒരു അടിമ ഉപയോഗപ്പെടുത്തുമ്പോൾ, തിൽക്കൽ ഖുവ്വത ആ ഖുവ്വത്തിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഷമ്മ് ഈ വാസനിക്കൽ, അതേതാണ്? ഖുവ്വത്തുൻ മൂദഅത്തുൻ ഫി സായിദത്തൈനി ഉയർന്നു കിടക്കുന്ന രണ്ട് വസ്തുക്കളിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു ഖുവ്വത്താണ്. അന്നാബിത്തൈനി ആ രണ്ട് സായിദത്ത് എന്നൊക്കെ പറഞ്ഞാൽ മുഴ എന്നൊക്കെ പറയും. ഉയർന്നു കിടക്കുന്ന സാധനಕ್ಕೆ സായിദത്ത് എന്ന് പറയും. മീൻ മുഖദ്ദമി ദിമായി തലച്ചോറിൻ്റെ മുൻവശത്ത് മുളക്കുന്നതായ. അശബീഹത്തൈനി ബി ഹലമത്തൈ സദിയെ രണ്ട് മുലക്കണ്ണുകൾക്ക് സമാനമായിട്ടാണ്, മുലക്കണ്ണുകൾക്ക് സമാനമായ ഒരു ഇദ്റഖു ബിഹ അവകളെ കൊണ്ടാണ് എത്തിക്കപ്പെടുന്നത്. അർറവായിഹു വാസനകളെ, ബി ത്വരീഖി ഉസൂലിൽ ഹവായി വായു എത്തുന്ന മാധ്യമത്തിലൂടെ മാർഗത്തിലൂടെ, അൽ മുത്തക്കയ്യിഫി ബി കൈഫിയത്തി ദിർറായിഹ വാസന ഉടയതിൻ്റെ രീതിയിൽ ഒരു രൂപം പൂണ്ടതായ ഒരു പിന്നെ ഹവാ എത്തിച്ചേരുന്ന മാർഗത്തിലൂടെ. എവിടത്തേക്ക് എത്തിച്ചേരുക? ഇലൽ ഖൈശൂം കരിമൂക്കിലേക്ക്. അപ്പോൾ വാസനയും പറഞ്ഞു. ഇനി ദൗക്ക് രുചി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ ഖുവ്വത്തുൻ ഒരു ശക്തിയാണ്, ഒരു ഖുവ്വത്താണ്, പവറാണ്. മുംബസത്തുൻ പരന്നു കിടക്കുന്ന, ഫിൽ അസബി ഒരു നാടിഞ്ഞരമ്പിൽ, അൽ മഫ്രൂഷി വിരിക്കപ്പെട്ട, അലാ ജിർമി ലിസാൻ നാവിൻ്റെ തടിയിൽ. ഇദ്രിക് ബിഹ അതുകൊണ്ട് തുഴുമ രുചികളെയും എത്തിക്കപ്പെടും, ബി മുഖാലത്തത്തി അർ റുതൂബത്തി ഉമിനീരിൻ്റെ അല്ലുആബിയ ഉമിനീരിൻ്റെ ഈർപ്പവുമായി കൂടിക്കലരുകൊണ്ട്, ഉമിനീരിൻ്റെ ഈർപ്പവുമായി നനവുമായി കൂടിക്കലരുക. അല്ലത്തി എങ്ങനത്തെ റുതൂബത്ത് ലുആബിയത്താണ്. ലുആബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കേല ഉമിനീരി നക്കിയാണ്. ഫിൽ ഫമി വായയിൽ ഉള്ള, ബിൽ മത്ഊമി ഭക്ഷണ പദാർത്ഥങ്ങളോട് കൂടിക്കലരുക. വ വുസൂലിഹ ഇലൽ അസബി എന്നിട്ട് അത് ഞരമ്പുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. ആ മാർഗേനയാണ്. വൽ ലംസു ലംസ് അതേതാ തൊട്ടറിവ് എന്ന് പറയും. വഹുവ ഖുവ്വത്തുൻ മുംബസത്തുൻ പരന്നു കിടക്കുന്ന ഒരു ഖുവ്വത്താണ്. ഫി ജമീഇൽ ബദനി ശരീരമാസകലം. തുദ്റഖു ബിഹ അതുകൊണ്ട് എത്തിക്കപ്പെടും അൽ ഹറാറത്തു വൽ ബുറൂദ ചൂടും തണുപ്പും, വ റുതൂബത്തു ഈർപ്പവും നനവ്, വൽ യുബൂസ വരൾച്ചയും, വനഹു ദാലിക അല്ലാത്തതും, ഇന്ദ തമാസി അതിനോട് ബന്ധപ്പെടുന്ന സമയത്ത്, കുല്ലി ഹാസത്തി മിൻഹ ഐ മിനൽ ഹവാസിൽ ഹംസി 5 ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഓരോന്നുകൊണ്ടും,
യൂഖഫു അല, യുത്തലഉ അല. ഇവിടെ ഒരു മനസ്സിലാക്കാനുള്ളത്, വഖഫ എന്ന് പറഞ്ഞാൽ സാധാരണ നിന്നു, നിർത്തി എന്നൊക്കെയാണ് വഖഫൻ്റെ അർത്ഥം. പക്ഷെ വഖഫ അല കൊണ്ട് വിട്ട് കടന്നു കഴിഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ വഖഫ അല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിഞ്ഞു. അതിൻ്റെ മജൂലാണ് യൂഖഫു അല, അറിയപ്പെടും എന്ന് പറഞ്ഞത്. മാ വുദിഅത്ത് ഒന്നിനെ, വുദിഅത്ത് ഹിയ ഐ തിൽക്കൽ ആസ, ആ ആസയെ പിന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, ലഹു എന്തിന്? ആ ഒന്നിന്, ആ മായിലേക്ക് ദമീർ മടങ്ങുന്നത്. യാനി അന്നല്ലാഹു തആല, അല്ലാഹു തആല ഖദ് ഖലഖ കുല്ലം മിൻ തിൽക്കൽ ഹവാസി, ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഓരോന്നിനെയും പഠിച്ചിരിക്കുന്നു. ഇദറാക്കി അഷിയാ മഖ്സൂസ, പ്രത്യേകമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, കസമിലിൽ അസ്വാതി, ശബ്ദങ്ങളെ മനസ്സിലാക്കാൻ കേൾവിയെയും, വദ്ദൗഖിൽ തുഉമി, രുചികളെ മനസ്സിലാക്കാൻ ദൗഖ് എന്ന കഴിവിനെയും, വശമിലി റവായിഹി, വാസനകളെ മനസ്സിലാക്കാൻ ഷമ്മിനെയും പിന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ലാ യുദ്റകു ബിഹ, ഇവകളെ കൊണ്ട് എത്തിക്കപ്പെടുകയില്ല. മാ യുദ്റകു ബിൽ ഹാസത്തിൽ ഉഖ്റ, മറ്റേ ഇന്ദ്രിയം കൊണ്ട് എത്തിക്കപ്പെടുന്നത്. അപ്പം മൂക്കുകൊണ്ട് കേൾക്കലില്ല, ചെവി കൊണ്ട് വാസനിക്കലില്ല, കണ്ണുകൊണ്ട് കേൾക്കലില്ല. അപ്പം ഈ രീതിയിൽ അംല, അങ്ങനെ അത് പറ്റുമോ? അങ്ങനെ കണ്ണുകൊണ്ട് കേൾക്കാൻ കഴിയോ? ചെവി കൊണ്ട് കാണാൻ കഴിയോ? അത് ഫഫീഹി ഖിലാഫുൻ, അതിന് ഖിലാഫുണ്ട്. വൽ ഹഖു വൽ ജവാസു, ഹക്ക് അത് ജായിസാണെന്നാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ദഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതല്ല, കാരണം ഈ പറയപ്പെട്ട ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മഹലായ ഖൽക്ക് കൊണ്ടാണ്. അവനങ്ങനെ പഠിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്, ഹവാസുകൾക്ക് പ്രത്യേകമായി എന്തില്ല, അഖിലിനും ഹവാസിനും ഒന്നും പ്രത്യേകമായ തഹ്സീറൊന്നും ഇല്ല, സ്വതസിദ്ധമായ തഹ്സീറില്ല. അതാ മിൻ ഗൈരി തഹ്സീറിൽ ഹവാസി, ഹവാസിനിക്ക് യാതൊരുവിധ അവിടെ സ്വാധീനവുമില്ല. ഫലാ യംതനിഉ, അപ്പോൾ മുംതനിയല്ല, അസംഭവ്യമല്ല. അല്ലാഹു തആല, അല്ലാഹു പടക്കൽ, അക്കീബ സർഫിൽ ബാസിറ, കണ്ണെന്ന ഇന്ദ്രിയത്തെ ചെലവഴിച്ച ഉടനെ ഇദ്റാക്കൽ അസ്വാതി, ശബ്ദങ്ങളെ അറിയൽ. മസലൻ, ഉദാഹരണമായിട്ട്, അപ്പൊ കണ്ണുകൊണ്ട് ശബ്ദത്തെ കേൾക്കുക എന്നുള്ളത് അസംഭവ്യൊന്നുമല്ല അള്ളാഹു അങ്ങനെ പടക്കുകയാണെങ്കിൽ. പിന്നെ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു തആല ഞങ്ങളെയും സംസാരിപ്പിച്ചു എന്ന് കൈകാലികൾ പറയും. ലിമ ഷഹിത്തും അലൈന, ലിമ ഷഹിത്തും അലൈന, നിങ്ങൾ എന്തേ ഞങ്ങൾക്ക് പിന്നെ കേടായിട്ട് സാക്ഷി നിൽന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുക അള്ളാഹു ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെയും എന്താണ് മരത്തിനെ, അതുപോലെ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞത്, അത് അള്ളാഹു സംസാരത്തെ മരത്തിൽ, സൈത്തൂൻ മരത്തിൽ സൃഷ്ടിച്ചു എന്നും ആ സൈത്തൂൻ മരത്തിൽ നിന്നാണ് മൂസാ നബി കേട്ടതെന്നും എന്നൊക്കെ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ലാഹിർ അള്ളാഹു നേരിട്ട് സംസാരിച്ചതാണെന്ന് തന്നെയാണ്. ഫൈൻകീല, ഇനി ചോദിക്കപ്പെട്ടാൽ മറ്റൊരു വിഷയമാണ്. അലൈസത്തു തുദ്രികു ഹലാവത്ത ശൈവ ഹറാറത്തുഹു മഅ, ദായിക്കത്ത് എന്ന് പറയുന്ന രുചിച്ചറിവ് എന്ന് പറയുന്ന ആ കഴിവ്, അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ മധുരത്തെയും ആ വസ്തുവിൻ്റെ ചൂടിനെയും ഒരുമിച്ച് എത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഹറാറത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എത്തിക്കേണ്ടതാണ്? ചർമ്മം കൊണ്ട് എത്തിക്കേണ്ട, ലംസ് കൊണ്ട് എത്തിക്കേണ്ടതാണ്. അതിവിടെ ദായിക്കത്താകുന്ന നാവ് കൊണ്ടല്ലേ പിന്നെ എത്തിക്കുന്നത്. നമ്മളൊരു ചൂടുള്ള ചായ കുടിക്കുമ്പോൾ അതിൻ്റെ മധുരവും ഞങ്ങൾക്ക് പിന്നെ അനുഭവപ്പെടുന്നുണ്ട്, ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ദ്രിയം ചെയ്യുന്ന ധർമ്മത്തെ മറ്റൊരു ഇന്ദ്രിയം കൊണ്ട് ഇവിടെ ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ എന്ന ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും ലാ, അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, അങ്ങനെ ഇല്ല. ബലിൽ ഹലാവത്തു, മറിച്ച് മധുരം ദൗക്ക് കൊണ്ട് തന്നെയാണ് എത്തിക്കപ്പെടുന്നുണ്ട്, അത് ശരിയാ. വൽ ഹറാറത്തു, ചൂടോ, അത് ബിൽ ലംസി, ലംസു കൊണ്ടാണ് എത്തിക്കപ്പെടുന്നത്. അൽ മൗജൂദി, ഉള്ളതായ, ഫിൽ ഫമി വൽ ലിസാൻ, നാവിലും വായയിലും ഉള്ളതായ ലംസ് എന്ന് പറയുന്ന കഴിവ്. അപ്പൊ ഈ ലംസ് എന്ന് പറയുന്ന നാവിൽ എന്തുണ്ട്? രണ്ട് ഇന്ദ്രിയങ്ങളുണ്ട്, ഒന്ന് ദൗക്കും ഉണ്ട്, മറ്റൊന്ന് ലംസും ഉണ്ട്. കാരണം ശരീരമാസകലം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഏത്? പിന്നെ ലംസ്. അപ്പൊ നേരത്തെ ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഏതിൻ്റെയോ സഹായം കൊണ്ട് തന്നെയാണ് വിശപ്പും ദാഹവും ഒക്കെ എത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? അവിടെ ശരീരം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതാണ് ലംസ്. ആ ലംസ് കൊണ്ട് അറിഞ്ഞ് എന്ന് വെച്ചാൽ മതിയല്ലോ എന്ന്.